ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ക്ഷേത്രമാണ്. സത്യങ്ങളെല്ലാം എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. ഇനി ഒരു കാര്യം ചെയ്യുമോനെ, നീ ആ താലിയെടുത്ത് ശാലിനിയുടെ കഴുത്തിലങ്ങ് കെട്ടാനായി രാഘവൻ നായർ പറയുന്നു. ഞാൻ ജീവിച്ചെടുക്കുന്നോളം കാലം എന്താണെങ്കിലും അത് സംഭവിക്കില്ലെന്ന് സത്യഭാമ പറയുമ്പോൾ വരും വരായികളെ കുറിച്ചൊക്കെ പിന്നീട് ചിന്തിക്കാമെന്നും നീ ഇപ്പോ ഞാൻ പറഞ്ഞത് കേൾക്കാനും രാഘവൻ നായർ പറയുന്നു. ഇത് കേൾക്കുന്ന വിഷ്ണു ശാലിനിയെ കെട്ടാനായി താലി കയ്യിലെടുക്കുകയാണ്. ശാലിനിയുടെ കഴുത്തിലേക്ക് വിഷ്ണു താലി ചാർത്താൻ ഒരുങ്ങുമ്പോ പെട്ടെന്ന് തന്നെ സത്യഭാമ ശാലിനിയെ പിടിച്ചവിടെ മാറ്റി നിർത്തുകയാണ്. വിഷ്ണു, ഒരു പ്രാവശ്യം നീ ഇവളെ വിവാഹം കഴിച്ചപ്പോ എന്താ ഉണ്ടായെന്നൊക്കെ നിനക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. ഇനിയും നീ തെന്നി വീണാൽ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഈ അമ്മ ഉണ്ടായെന്ന് വരില്ല. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ശാലിനിയെ വിവാഹം കഴിക്കുമെന്ന് വിഷ്ണു പറയുമ്പോ, എന്നാൽ നിന്റെ അമ്മയുമായിട്ടുള്ള സകല ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ട് വേണം നീ ശാലിനിയെ കല്യാണം കഴിക്കാനെന്ന് സത്യഭാമയും പറയുന്നു. ഇത് കേൾക്കുന്ന വിഷ്ണു അതിന് സമ്മതം മൂളുകയാണ്. രാഘവൻ നായരും വിഷ്ണുവിന് സപ്പോർട്ടായി നിൽക്കുമ്പോൾ വിഷ്ണു ശാലിനിയുടെ കഴുത്തിൽ താലി ചാർത്താൻ ഒരുങ്ങുന്നു. അതേസമയം ACP ചന്ദ്രബോസും ബാക്കിയുള്ള കുറെ പോലീസുകാരും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. കല്യാണമെല്ലാം നിർത്തിവെക്കണം, ഞങ്ങൾ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യാനാ വന്നത്. എന്താ കാര്യമെന്ന് ശാലിനി ചോദിക്കുമ്പോൾ കൊലപാതക കുറ്റമാണെന്നും കാർത്തിക് എന്ന പെൺകുട്ടിയെ വിഷ്ണു കൊലപ്പെടുത്തിയെന്നും ചന്ദ്രബോസ് പറയുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു. എന്റെ മോളെ ഞാൻ ഇപ്പൊ കണ്ടതല്ലേ എന്ന് കാർത്തികയുടെ അമ്മ അച്ഛനോട് പറയുമ്പോൾ രണ്ടുപേരും പൊട്ടിക്കരയുകയാണ്. ഇത് കേൾക്കുന്ന ശാലിനി പറയുകയാണ്, നിങ്ങൾ കേട്ടില്ലേ ACP, കാർത്തികയെ ഇപ്പൊ കണ്ടതാണെന്ന് അവര് പറഞ്ഞത്. എങ്കിൽ മേഡം കാർത്തിക ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ, അതും ഓഡിറ്റോറിയത്തിലുണ്ടെങ്കിൽ മേഡം തന്നെ പോയി വിളിച്ചുകൊണ്ട് വാ. ഇത് കേൾക്കുന്ന ശാലിനി ശ്യാമയോട് കാർത്തികയെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുകയാണ്. ഇത് കേൾക്കുന്ന ശ്യാമ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവിടെയെങ്ങും കാർത്തികയെ കാണുന്നില്ല. കാർത്തിക് അവിടെങ്ങും ഇല്ലെന്ന് ശ്യാമ വന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തായെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രബോസ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യുകയാണ്. തെളിവായി ഞങ്ങൾക്ക് വിഷ്ണുവിന്റെ കത്തിയുണ്ടെന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ കത്തിയും എല്ലാവരെയും കാണിക്കുമ്പോൾ എല്ലാവരും ഇതെല്ലാം കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. മോനെ എന്ന് വിളിച്ചുകൊണ്ട് സത്യഭാമ വിഷ്ണുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ വിഷ്ണു പറയുകയാണ്, നിങ്ങൾ എന്നെ തൊട്ടുപോകരുത്. ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും കൂടുതലായി വെറുക്കുന്നുണ്ടെങ്കിലേ അത് നിങ്ങൾ മാത്രമായിരിക്കും. ഇനിയും എന്നെ രക്ഷപ്പെടുത്താനെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ വരാനും നിൽക്കണ്ട. നിങ്ങളുടെ മുഖം കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. കാർത്തികയെ വെച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു കളി കളിക്കുമെന്ന് ഞാൻ എന്താണെങ്കിലും കരുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു പോകാനൊരുങ്ങുമ്പോൾ ശാലിനി പറയുകയാണ്, വിഷ്ണുവേട്ടൻ വിഷമിക്കരുത്, ഇതൊരു ചെറിയ അറസ്റ്റ് മാത്രമല്ലേ. ഏത് വിധേനയും ഞാൻ വിഷ്ണുവേട്ടനെ രക്ഷിച്ച് സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നിരിക്കും. ഇത് കേൾക്കുന്ന വിഷ്ണു ശാലിനിയെ നോക്കി പുഞ്ചിരിച്ചതിന് ശേഷം ചന്ദ്രബോസിന്റെ കൂടെ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മധുശ്രീയാണ്. നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഓർക്കുകയാണ് മധുശ്രീ. കാർത്തിക് ഒന്നുകൂടി കാണാനായി മധുശ്രീ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഹർഷനെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞെന്നും സത്യങ്ങളെല്ലാം സത്യഭാമയോട് പറയാനായി പോവുകയാണെന്നും മധുശ്രീ പറയുന്നു. ഇത് കേൾക്കുന്ന മധുശ്രീ കാർത്തികയെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മധുശ്രീയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് കാർത്തിക. ഇതും കൂടി ആകുമ്പോൾ ദേഷ്യം കൊണ്ട് അവിടെ ഇരിക്കുന്നൊരു ഫ്ലവർ വൈസ് എടുത്ത് കാർത്തികയുടെ തലയിൽ ശക്തമായി അടിക്കുകയാണ് മധുശ്രീ. അങ്ങനെ 2-3 അടി കഴിയുമ്പോഴേക്കും കാർത്തിക മരിക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് മധുശ്രീ തന്റെ ആളുകളെ വിളിക്കുകയും കാർത്തികയുടെ ശവശരീരം ചാക്കിൽ കെട്ടിക്കൊണ്ടുപോകാൻ പറയുകയും ചെയ്യുന്നു. താഴേക്ക് വീണിരുന്ന കാർത്തികയുടെ തലയിൽ നിന്നും രക്തമെല്ലാം വിഷ്ണുവിന്റെ കത്തിയിൽ വീണിട്ടുണ്ടായിരുന്നു. അതായിരുന്നു മധുശ്രീ പോലീസിന് കൊടുത്ത തെളിവ്. പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെ ജീപ്പിലേക്ക് കയറ്റുന്ന ചന്ദ്രബോസിനെയാണ്. വിഷ്ണുവേട്ടൻ സമാധാനമായി ഇരിക്കാനും തെളിവുകളുമായി ഞാൻ ഉടൻ വരുമെന്നും പറഞ്ഞ് ശാലിനി വിഷ്ണുവിനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ചന്ദ്രബോസ് വിഷ്ണുവിനെ കൊണ്ട് സെല്ലിൽ അടയ്ക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ ശാലിനിയും പോലീസ് സ്റ്റേഷനിലെത്തുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.